ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പം ലക്സംബർഗിലെ തെരുവോരങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭരിച്ചിരുന്ന രാജാവാണ്. ഭയങ്കര ഇറക്കാണല്ലോ. ഒരു പരിചയമില്ലാത്ത ഒരു രാജ്യത്തിൽ കൂടെ പാതിരാത്രി അന്ന് ഉറങ്ങാം. ഹലോ ഫ്രണ്ട്സ്, എന്റെ പേര് റിനു. എന്റെ പേര് ടോണി. അപ്പൊ ഒരു 45ഓളം ഫ്രണ്ട്സ് ഞങ്ങളോട് റെക്കമെൻഡ് ചെയ്തായിരുന്നു യൂട്യൂബില് വീഡിയോ ഇടണം. യൂട്യൂബില് വീഡിയോസ് കാണാൻ വേണ്ടി അതിയായ ആഗ്രഹമുണ്ട്. എന്തൊക്കെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ ഒരു ആഗ്രഹം യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെന്ന്. ഞങ്ങളുടെ അതിയായ ആഗ്രഹം കാരണം ഞങ്ങള് ഇന്ന് തൊട്ട് യൂട്യൂബിൽ സജീവമാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊരു പഴയ അക്കൗണ്ടാണ്, പക്ഷെ ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പം ഇനി തൊട്ട് ആക്റ്റീവ് ആക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് ഇടാറുണ്ട്. അപ്പം ചെറിയ റീൽസ് ചെയ്യുമ്പോൾ ഒരു 60 സെക്കൻഡ് റീലൊക്കെ ചെയ്യുമ്പോൾ സ്ഥലത്തിന്റെ മെയിൻ ഹൈലൈറ്റ്സ് മാത്രം നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എങ്ങനെ പോയി അതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇനി തൊട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ വീഡിയോ നമ്മള് വേറൊരു പുതിയ രാജ്യത്തോട്ടാണ് പോകുന്നത്. വേറെ 2 പുതിയ രാജ്യത്തോട്ട് നമ്മൾ ഇന്ന് പോവാണ്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ താമസിക്കുന്നത് ജർമ്മനിയിലെ ഷുട്ട്ഗാർട്ട് എന്ന സ്ഥലത്താണ്. അപ്പം ഷുട്ട്ഗാർട്ടിൽ നിന്ന് നമ്മൾ ആദ്യം പോകുന്നത് ലക്സംബർഗിലേക്കാണ്. എത്ര കിലോമീറ്റർ ഉണ്ടോ? ലക്സംബർഗ് ഏകദേശം ഒരു 250 കിലോമീറ്റർ. നമ്മുടെ വീട്ടിന്റെ അവിടെ നിന്ന് 250-300 കിലോമീറ്റർ ഉണ്ടാവും ലക്സംബർഗിലേക്ക്. പിന്നെ ലക്സംബർഗിൽ നിന്ന് നേരെ പോകുന്നത് അത് അടുത്ത വീഡിയോ പോലെ. അപ്പം ലക്സംബർഗിലെ ഫുൾ കാഴ്ചകള് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ സമയം 5:30 നമ്മളൊരു ഉച്ച കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് ഒരു 1.25 മണിക്കൂറിൽ നമ്മള് ലക്സംബർഗിന്റെ ബോർഡർ ക്രോസ് ചെയ്യും. ഇത്ര നേരം നല്ല വെയിലായിരുന്നേ. പെട്ടെന്ന് ആ കാർമേഘം സൂര്യനെ മറച്ചു. നമ്മള് ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഒരു ടണലിന്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എത്ര? 90 അല്ലേ? ടണലിലും 90. നമ്മളിപ്പം ഈ ഒരു ചെറിയൊരു എക്സിറ്റ് എടുക്കുവാണ്. സോർട്ടി, താഴെ പമ്പുണ്ട്. സോർട്ടി, ഫ്രഞ്ചില് സോർട്ടി എന്ന് പറഞ്ഞാൽ എക്സിറ്റ്. അങ്ങനെ നമ്മള് എക്സിറ്റ് എടുത്തു. 2 സൈഡും കാടാണ്. അതിൽ ഒരു കാട് ശരിക്കും ഫ്രാൻസിന്റെ അധീനതയിലുള്ളതാണ്. പെട്രോൾ പമ്പ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു ടൗൺ വില്ലേജ് ആണെന്ന് തോന്നുന്നു. നമുക്ക് പെട്രോൾ അടിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വണ്ടി ഇടയിൽ വെച്ച് നിന്നു പോകും. പെട്രോൾ പമ്പുണ്ട്. നമ്മളിപ്പം ലക്സംബർഗ് വന്നിട്ട് പെട്രോൾ അടിച്ചോണ്ടിരിക്കുകയാണ്. 2 കാര്യം. ഒന്ന്, വണ്ടിയിൽ പെട്രോൾ ഇല്ല. 2ാമത്തെ കാര്യം, ലക്സംബർഗിലെ അടുത്തുള്ള കൺട്രീസിനെ അപേക്ഷിച്ച് ബെൽജിയം ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജർമ്മനി ആയിക്കോട്ടെ, സിംഗിൾ പ്രൈസ് ചീപ്പാണ്. ഇന്നിപ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ, ജർമ്മനിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ പെർ ലിറ്ററിന് ഈട്ടറിന് 1.84 ആയിരുന്നു റേറ്റ് വന്നത്. പക്ഷെ ഇന്ന് കോള് വന്നപ്പോ 1.62 ആണ് ഇന്നത്തെ റേറ്റ്. സെയിം ഡേയില് സെയിം റേറ്റ് തന്നെ, അല്ല സെയിം ഡേയിൽ റേറ്റ് ആണ് പറയുന്നത്. അപ്പൊ ഒരു 8-10% വരെ റേറ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ലക്സംബർഗ് ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഫുൾ പെട്രോൾ പമ്പ് ആയിരിക്കും. ഇപ്പൊ ഞങ്ങൾ ഇവിടെ അടിക്കുന്നു. നേരെ ഓപ്പോസിറ്റ് വേറെ കണ്ടോ, വേറെ പെട്രോൾ പമ്പ്. നേരെ മുമ്പിൽ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇവിടെ ഫുൾ പെട്രോൾ പമ്പാണ്. കമ്പാരിറ്റീവ് നമ്മുടെ ബാക്കിൽ ഒരെണ്ണുണ്ട്. കണ്ടോ, ബാക്കിൽ ഒരെണ്ണം. സൂം ചെയ്യാൻ പറ്റുമോ? സൂം ചെയ്യാം. കണ്ടോ, കഴിഞ്ഞ നമ്മള് പോയിട്ട് പേ ചെയ്യാൻ പോകണം. ഇവിടെ ജർമ്മനിയിലും ലക്സംബർഗിലും ഓൾമോസ്റ്റ് യൂറോപ്യൻ കൺട്രീസിലും എല്ലാവിടെയും ഇങ്ങനെ തന്നെയാണ്. നമ്മള് സെൽഫ് സർവീസ് എടുത്തിട്ട് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ പേ ചെയ്യണം. റോഡിലും നമുക്ക് റോഡും ഈ പരിസരമൊന്നും വലിയ വ്യത്യാസം തോന്നുന്നില്ലെങ്കിലും ആകെ ഒരു വ്യത്യാസം തോന്നുന്നത് ഇതാണ്, വണ്ടികളുടെ നമ്പർ പ്ലേറ്റ്. അതൊരു ടാക്സി, നമ്മുടെ നാട്ടിലെ ടാക്സിയുടെ നമ്പർ പ്ലേറ്റ് പോലെ മഞ്ഞ, ഫുള്ള് മഞ്ഞയാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല അല്ലേ? വേറെ വ്യത്യാസമൊന്നുമില്ല, ഫുള്ള് പച്ചപ്പാണ്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ അല്ല, അത് 2 വർഷം മുമ്പായിരുന്നു. ഇപ്പം ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയ കൺട്രിയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കിടക്കുന്ന കാറുകൾ. അയ്യോ, ഇപ്പൊ വീട് കിടക്കുന്ന നേരത്ത്
കുറച്ച് കുറഞ്ഞുള്ള കാറുകളായിരുന്നു. പക്ഷെ അതിന് മുമ്പൊക്കെ നല്ല അടിപൊളി കാറുകളായിരുന്നു. സമ്പന്നരുടെ രാജ്യം അല്ലേ? രാജ്യം. അതുപോലെ എനിക്കൊന്നും മനുഷ്യരെക്കാൾ കൂടുതൽ കാറുകളുണ്ട്. എത്രയോ പെർസെന്റേജ്, മോർ ദാൻ 75% ഒരു വീട്ടിൽ ഒരാൾക്ക് നിർബന്ധമായും കാറുണ്ട് ഇവിടെ. ഒരു വീട്ടിൽ കുറെ കാറുണ്ടാവും. അങ്ങനെയാണോ? ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് കാറുണ്ട്. അതെ, ചിലപ്പോൾ ഒരു വീട്ടിൽ 5 കാറുണ്ട്. 5 കാറുണ്ട്. ആളുകളെക്കാളും കൂടുതൽ ഇവിടെ കാറുള്ള രാജ്യമാണ് ലക്സംബർഗ്. മറ്റേ ആർട്ടിക്കുലേറ്റഡ് ബസ്. ഏതാ? ഇത്ര നീളമുള്ള ബസ്സിന് നീളം കുറവാണ്. ഇവിടെ പെട്രോൾ പമ്പിലെ ലക്സംബർഗിലെ ഏത് പെട്രോൾ പമ്പിൽ നിന്ന് അടിച്ചാലും സെയിം റേറ്റ് ആയിരിക്കും. ജർമ്മനിൽ അങ്ങനെയല്ല. ഓരോ പെട്രോൾ പമ്പിലും ഓരോ റേറ്റാ. ഇവിടെ ത്രൂ ഔട്ട് കൺട്രി സെയിം യൂണിഫോം പ്രൈസ് ആയിരിക്കും. അത് ഓരോ ദിവസവും ഇവര് പ്രൈസ് ഗവൺമെന്റ് മാറ്റിക്കൊണ്ടിരിക്കും. അതുമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ലോകത്തിൽ തന്നെ 5 ടോപ്പ് 5 പെട്രോൾ സ്റ്റേഷൻ മീൻസ് ടേൺ ഓവർ ഉള്ള സ്റ്റേഷൻസ് എടുക്കുമ്പോൾ ഏറ്റവും ലോകത്തിലെ 5ാമത്തെ ഏറ്റവും ടേൺ ഓവർ ഉള്ള പെട്രോൾ പമ്പ് ലക്സംബർഗിലാണ്. അത് വലിയൊരു കാര്യമല്ലേ? അത് ശരിയാ. ജർമ്മനിയിലുള്ളവരും ഫ്രാൻസിലുള്ളവരും ബെൽജിയത്തിലുള്ളവരും മീൻസ് ബോർഡർ ആയിട്ട് ഷെയർ ചെയ്യുന്ന എല്ലാരും ലക്സംബർഗിൽ വന്നിട്ട് അടിച്ചിട്ട് പോകും. താമസിക്കുന്നവരും അതെ, കളർഫുൾ എല്ലാ കളറുണ്ടല്ലോ. ചേട്ടാ വേമ്പോ വണ്ടി പാർക്കിംഗ് കണ്ടുപിടിക്കണം. അതാണ് നീ അടുത്ത് പോലീസ് പച്ച കറുത്തി യൂണിഫോം അടുത്ത പോലീസുകാർക്ക്. ജർമ്മനിൽ എന്താ യൂണിഫോം ആണോ? അതെ, ട്രാൻസ്ലേഷൻ സിറ്റി എത്തി. ലക്സംബർഗിലെ വലിയ വലിയ ബിൽഡിങ്സ് ഉള്ള ഏരിയ ആണ് ഇത്. ഇതെല്ലാം ഓരോരോ പ്രൈവറ്റ് ബാങ്ക്സ് ആണ്. ഇവിടെ പല കാര്യത്തിനും ടാക്സ് ഗവൺമെന്റ് വെട്ടിക്കുറച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലിക്കർ, ഈ പറഞ്ഞ പോലെ ഫ്യൂൽ പ്രൈസ്, അങ്ങനെ പല കാര്യത്തിനും. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഈ ലക്സംബർഗിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ ബാങ്കുകളാണ്. ഇവിടെ ഇഷ്ടം പോലെ പ്രൈവറ്റ് ബാങ്ക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. നമ്മളിപ്പം ലക്സംബർഗിലെ തെരുവോരങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്ത് ട്രാമിൽ കയറിയാണ് സിറ്റിയിലോട്ട് പോകാൻ. ഇവിടെ 5 മണിക്കൂറും നമുക്ക് പാർക്ക് ചെയ്യാം, 2 മണിക്കൂർ നമുക്ക് പാർക്ക് ചെയ്യാം. നമ്മൾ 5 മണിക്കൂർ പാർക്കിംഗ് എടുത്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറം ഇപ്പുറം എല്ലാവിടെയും കണ്ടോ, എവിടെ നോക്കിയാലും പെട്രോൾ പമ്പ് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ബസ്സിൽ കയറി നമ്മൾ സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. സൂര്യനൊക്കെ അങ്ങ് മാറി ചന്ദ്രൻ വരാനുള്ള സമയമായിരിക്കുന്നു. സമയം 8:30 കഴിഞ്ഞു. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അടുത്ത ഒരു ട്രാം പിടിക്കാൻ വേണ്ടി പോകണം. ഈ നേരെ കാണുന്ന വലിയ ബിൽഡിംഗ് ഇല്ലേ, അതാണ് ഇവിടുത്തെ ബാനോഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ട്രാമിന്റെ ഉൾവശം വരുന്നത്. കണ്ടോ, ഓരോ ഡോറും ഓരോ കളറിലാണ് ഇവർ ചെയ്തേക്കുന്നത്. ഫുൾ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല രസമാട്ടോ കാണാൻ. നമ്മളിപ്പം ബസ് കയറി ഇറങ്ങി ട്രാം കയറി ഇറങ്ങി. ഇപ്പൊ നമ്മള് അറിയാത്ത ഏതോ ഒരു സ്ഥലത്തിൽ കൂടെ നടക്കുവാണ്. ഇപ്പൊ സമയം 9:15 സമയം. രാത്രി 9:15. സൺലൈറ്റ് ഇല്ല, പക്ഷെ രാത്രി ആയിട്ടുമില്ല. ഒരു മൊത്തത്തിലൊരു വീക്കെൻഡ് മൂഡാണ് ഇവിടെ. ഫുള്ള് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഫുള്ള് തിരക്കാണ്. പൊതുവെ അങ്ങനെയാണ്. പൊതുവെ യൂറോപ്യൻസ് ഒന്നും വീക്കെൻഡ് ആഘോഷിക്കാൻ പറ്റിയ ദിവസങ്ങളെല്ലാം മാക്സിമം പുറത്തുനിന്ന് ഡിന്നറും എല്ലാം ആഘോഷിക്കുന്നതാണ്. നാളെ ഹോളിഡേ കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഫുള്ളായി തുടങ്ങി. ഇവിടുത്തെ മെയിൻ ഒരു സ്ക്വയറാന്ന് തോന്നുന്നുണ്ട്. മെഗ്ഡി ഒക്കെ ഉണ്ടല്ലോ, മെഗ്ഡി, പിസ്സ ഹട്ട്, ബർഗർ കിങ്, എല്ലാ ഫാസ്റ്റ് ഫുഡ് ചെയിനും ഉണ്ട്. പിന്നെ നല്ല അടിപൊളി ഇവിടുത്തെ തന്നെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മള് ഒരു ചെറിയൊരു സ്ക്വയറിൽ വന്നേക്കാണ്. ആ പുള്ളി പണ്ട് ഇവിടെ ഭരിച്ചിരുന്ന രാജാവാണ്. ഗ്രാൻഡ് ഡ്യൂക്ക് വില്യം എന്നാണ് പുള്ളിയുടെ പേര്.
ഇവിടുത്തെ മെയിൻ ഒരു സ്ക്വയർ ആണെന്ന് തോന്നുന്നു. മെയിൻ സ്ക്വയർ ആണോ? സ്ക്വയർ അല്ലേ? ചുറ്റും ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിട്ട് പകലൊന്നും കൂടി വരും. നാളെ ഒന്നുകൂടെ നമുക്ക് രാത്രി കാഴ്ചകൾ ഇന്ന് കാണാം, പകലിന്റെ കാഴ്ചകൾ നാളെയും കാണാം. പകല് എങ്ങനെ നോക്കാം. അപ്പം ഇതാണ് എന്റെ ബാക്കിൽ കാണുന്ന ഈ പള്ളിയാണ് ലക്സംബർഗിലെ ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രൽ, നോട്ടർഡാം കത്തീഡ്രൽ. ഇവിടെ ഫുള്ളും ഇങ്ങനത്തെ ഇങ്ങനത്തെ സൈക്കിൾസ് ആണ്, ഫുള്ളും വോൾക്ക് സൈക്കിൾസ്, ഈ സ്കൂട്ടേഴ്സ് ആണ്. നമുക്ക് നാളെ ഈ പള്ളി നമുക്ക് നാളെ രാവിലെ ഡേ ലൈറ്റിൽ വിസിറ്റ് ചെയ്യാം. അപ്പം എന്റെ ബാക്കിൽ കാണുന്ന ബ്രിഡ്ജ് കണ്ടോ? നമ്മൾ ആ നോട്ടർഡാം പള്ളിയിൽ നിന്ന് കത്തീഡ്രലിൽ നിന്ന് നേരെ ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഫേമസ് ആയിട്ടുള്ള അഡോൾഫ് ബ്രിഡ്ജ് കാണാൻ പറ്റും. നമ്മൾ ലക്സംബർഗിൽ നിന്ന് ഏത് സോവനിയർ മേടിച്ചാലും ഈ ഒരു ആർച്ച് ബിൽഡിംഗ് കാണാൻ പറ്റും. അത്ര ഫേമസ് ആണ്. അതൊരു കേട്ടോ വണ്ടി പോകണോ? അത് മെയിൻ ഹൈവേ ആണ്. അതൊരു അല്ലേ? ഹൈവേ അല്ല, സിറ്റിയുടെ ഉള്ളിൽ കൂടെ പോകുന്നു. അതിന്റെ അടിയിലൊരു താഴെ ഒരു വഴിയുണ്ട്. ആൾക്കാർക്ക് നടന്നു പോകണം. മേലേക്കൂടെ നടക്കാൻ താഴേക്കൂടെ നടക്കാനുള്ള ഒരു വഴി ഉണ്ടെന്നാ തോന്നുന്നത്. പിന്നെ ഇതിന്റെ താഴെ നോക്കി ഫുൾ ഗാർഡൻ. ഇത് ഫുൾ ഒരു ഗാർഡൻ ആക്കി സെറ്റ് ചെയ്തേക്കും. അപ്പുറത്ത് ഇതുപോലത്തെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട് കേട്ടോ. അത് ബ്രിഡ്ജാന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. താഴെ ഫുള്ളൊരു ഗാർഡൻ ആണ്. കൊറേ മരങ്ങളും ആൾക്കാർക്ക് വന്നിരിക്കാനും നടക്കാനും ജോഗ് ചെയ്യാനൊക്കെ ഉള്ള സെറ്റപ്പാന്ന് തോന്നുന്നു. ലക്സംബർഗില് നൈറ്റ് ലൈഫ് നമ്മളോടെയും പോയൊന്നുമില്ല, പക്ഷെ പോയി ഒരു സെൻട്രൽ സ്ക്വയറിൽ പോയിടത്തോളം ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള നൈറ്റ് ലൈഫാണ് അല്ലേ? അറിയില്ല ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇവിടെ ഭയങ്കര സൈലന്റ് ആണ്. കുറെ വണ്ടികളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പാർട്ടീസ് അങ്ങനെയുള്ള വൈബൊന്നുമില്ല. പിന്നെ ലൈറ്റ് ആണേലും ഏറ്റവും കൂടുതൽ ലൈറ്റ് ഉള്ളത് ചിലപ്പം ട്രാമിന്റെ ലൈറ്റ് ആയിരിക്കും. ട്രാമിന്റെ വിൻഡോസിലുള്ള ലൈറ്റ് ആയിരിക്കും, കളർഫുൾ ലൈറ്റ്സ് ആയിരിക്കും. ട്രാമിന്റെ ഓരോ വിൻഡോയിലും ഓരോ കളറാണ്, പച്ചയും ഓറഞ്ചും റോസും നീലയും. അതിന്റെ ഉള്ളിലും അങ്ങനെ തന്നെ. നല്ല രസമായിട്ട് കാണാൻ, നല്ല രസമായിട്ട് പോണേ. നമുക്ക് ഈ വഴി താഴത്തോട്ട് പോകട്ടോ. ഒരു 9:30 ആയപ്പോഴത്തേനും ടൗണ് ഫുള്ള് അങ്ങ് സൈലന്റ് ആയി. ഇല്ലേ, ആൾക്കാരൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഇതില്ല, നമ്മളെ താഴത്തെ ബ്രിഡ്ജിലേക്കുള്ള വഴിയെന്ന് തോന്നുന്നു. ആ നട പോയി നോക്കാം. ഓ, നമ്മൾ അവിടെ കണ്ട അതേട്ടാ. മറ്റേ നമ്മള് അവിടെ കണ്ടില്ലായിരുന്നോ അഡോൾഫ് ബ്രിഡ്ജിന്റെ താഴെ ഒരു ചെറിയൊരു വേറൊരു ബ്രിഡ്ജ് കണ്ടില്ലായിരുന്നോ? ആ വഴിക്കാണ് നമ്മൾ പോകുന്നത്. കേട്ടോ കൊള്ളാലോ, സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ. സിറ്റിന്റെ ഉള്ളിൽ കൂടെ ഒരു നല്ല അടിപൊളി ഒരു ബോളിൽ കൂടെ വലിയൊരു ബ്രിഡ്ജ് പോകുന്നു. അതിന്റെ മേലെ കൂടെ മറ്റേ ട്രാമും ബസ്സും എല്ലാം പോകുന്നുണ്ട്, കാറും എല്ലാം പോണ വഴിയാണ്. പക്ഷെ ഇവിടെ ഭയങ്കര കാമാട്ടോ, ഒരു ഒച്ചയില്ല ബഹളമില്ല. ഒന്നും അറിയാൻ പറ്റുന്നില്ല. നമ്മുടെ ബ്രിഡ്ജിന്റെ ആർച്ച്, അപ്പുറത്ത് ഗാർഡൻ, അപ്പുറത്തും ഗാർഡൻ അല്ലേ? ലക്സംബർഗിന്റെ ഈ ഒരു ഏരിയ വന്നാലുണ്ടല്ലോ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സ് ഒന്നും കാണാൻ പറ്റില്ല. കുറേ റെസ്റ്റോറൻറ്റ്സ് കാണാം, അത്രേ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ട്രാം വന്നിട്ടുണ്ട്. നമുക്കിനി ട്രാം നമ്മൾ ആദ്യം കയറിയ സ്ഥലത്ത് പോയിട്ട് ഇറങ്ങാം, എന്നിട്ട് അവിടുന്ന് വണ്ടി പിടിക്കാം. ഓ, ഭയങ്കര ഇറക്കാണല്ലോ. അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരു രാജ്യത്തിൽ കൂടെ പാതിരാത്രി സമയത്ത് 10:00 അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഞങ്ങൾ അല്ലേ? വണ്ടി പാർക്ക്
ഞങ്ങളെ വണ്ടി എവിടെയാ പാർക്ക് ചെയ്തത് ഞങ്ങൾക്ക് തന്നെ ഒരു ബോധമില്ല. അതുകൊണ്ട് ഞങ്ങള് നോക്കി നടക്കുവാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സേഫ് ആൻഡ് സെക്യൂർ ആണ് സ്ഥലമൊക്കെ അല്ലേ. ഇപ്പം സിറ്റിയിൽ നിന്നാണെങ്കിലും പാർക്ക് ചെയ്യാൻ കിട്ടിയ സ്ഥലം കുറച്ചും കൂടി അടുത്ത സ്ഥലമായതുകൊണ്ട് ഒരു ട്രാമും ഒരു ബസ്സും കയറിപ്പോയാൽ മാത്രം മതിയായിരുന്നു. ഇഷ്ടംപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് ഇവിടെ, അല്ലേ? ഇഷ്ടംപോലെ എവിടേക്കും വേണേലും, അതും ഫ്രീ. പിന്നെ എന്നാ ഇനി പോയി കിടക്കാന്ന് വിചാരിക്കുമ്പം ഹോട്ടലൊന്നുമല്ല കേട്ടോ. നമ്മുടെ സ്വന്തം വണ്ടിയില് നമ്മളല്ല ബെഡൊക്കെ വിരിച്ച് കിടക്കും. കാണിച്ചു തരാം. ഓക്കെ, യെസ്, ഞങ്ങൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ട് അത്രയ്ക്കുള്ളൂ. ഇവിടെ എല്ലാരും കിടന്നുറങ്ങി. ഭയങ്കര സൈഡാ. പക്ഷെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് കേട്ടോ, എല്ലാവരും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അല്ലേ? അതെ, നമ്മുടെ അപ്പൊ നമ്മളിന്ന് ബൈ ടാറ്റ ബൈ പറയും, ബൈ ഗുഡ് നൈറ്റ് പറയാൻ പോവാണ്. ഇതൊക്കെയാണ് നമ്മള് സെറ്റ് ചെയ്തേക്കണേ. 2-3 വിരിയൊക്കെ ഇട്ട് വലിയൊരു പില്ലുണ്ട് ഇവിടെ. പില്ലിട്ട് ബാക്കിലെ സീറ്റ് മടക്കി വെച്ചു, ഫ്രണ്ടിലോട്ട് മടക്കി വെച്ച് ഇത്രയും സ്പെഷ്യസ് ആയിട്ടുള്ള സ്പേസ് കിട്ടും. അങ്ങനെ നമ്മളിന്ന് ഇതൊരു പെട്രോൾ പമ്പാണ്. പെട്രോൾ പമ്പില് ഇങ്ങനത്തെ ഓൾമോസ്റ്റ് പെട്രോൾ പമ്പ് ഇങ്ങനെ ആയിരിക്കും. അവിടെ നമുക്ക് സെക്യൂർ ആണ്, കിടന്ന് ഉറങ്ങാം. ഓക്കെ, അപ്പൊ നാളെ രാവിലെ നമുക്ക് കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്.